ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. മഴവിൽ മനോരമയ്ക്കകത്ത് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ചെയ്തുകൊണ്ട് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള സുതി മോളെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവർ പിന്നീട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അവരുടെ ഈ പറയുന്ന ഡെയിലി ഉള്ള വ്ളോഗ്സ് ഒക്കെ കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട് അത്രയും വലിയ പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ചെളിക്കുണ്ടിലാണെന്നൊക്കെ കാണുന്ന സമയത്ത് ആ കുഞ്ഞു മക്കളുടെ അവസ്ഥയൊക്കെ കാണുന്ന സമയത്ത് എല്ലാവരും അവർക്ക് കൊടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും ഭീകരമായിട്ടുള്ള സപ്പോർട്ടാണ്, അത്രയും സ്നേഹത്തോടെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അവരുടെ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ ലെവൽ കൂടിയത്, പെട്ടെന്നാണ് അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ തന്നെ വെച്ചിട്ട് അവർക്ക് ഫോൺ നേരെ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അറിയില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ഇച്ചായനും ഇച്ചായത്തിയും ആ ഒരു ചാനൽ അതിൻ്റെ വ്യക്തികളായിട്ടുള്ള ഈ പറയുന്ന ബിനീഷയും റനീഷും ചേർന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ഒരു ബന്ധം കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഒന്നിക്കുന്ന വീഡിയോസൊക്കെ പങ്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് അവരുടെ ചാനൽ കൂടുതൽ വളരുന്നു, അതിനനുസരിച്ച് അവർക്ക് റവന്യൂ കിട്ടുന്നു. അതിനെ തുടർന്ന് അവർ സ്ഥലം മാറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ മാറുക, വാടക വീട്ടിൽ താമസിക്കുക. അതിനോടൊപ്പം തന്നെ ഇവർ ഇച്ചായനും ഇച്ചായത്തിയും മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സുതിമോളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുന്നില്ല. എല്ലാവർക്കും സാധാരണഗതിയിൽ യൂട്യൂബ് റവന്യൂ വരുന്നത് 21-ാം തീയതി ടു 26-ാം തീയതി, അല്ലെങ്കിൽ 21 ടു 26 ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിനിടയിൽ വെച്ചിട്ട് അവർക്ക് 26-ാം തീയതി കഴിഞ്ഞിട്ടും അവർക്ക് റവന്യൂ വരുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇച്ചായനെ ഇച്ചായത്തെയും വിളിച്ച് ചോദിക്കുന്ന സമയത്താണ് അവർക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ടെൻഷൻ കാരണം അവർ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അതിനുവേണ്ടി ഈ പറയുന്ന ഇവരുടെ വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വരുന്നു. അതിനകത്ത് ഇവർ ചെയ്ത, അതായത് ഇച്ചായനും ഇച്ചായത്തെയും ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ മുഴുവൻ സുതിമോൾക്ക് എതിരാണ്. അതായത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇവരൊരു കള്ളിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇവരെന്താ പറയുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ട് അത്രയും വൃത്തികെട്ട രീതിയിലേക്ക് മാത്രമുള്ള കമന്റുകൾ മാത്രമായിരുന്നു കാണാൻ കഴിയുന്നത്. അതിന് ഒരു മറുപടി എന്നുള്ള തരത്തിൽ ഇന്ന് വീണ്ടും ഇച്ചായനും ഇച്ചായത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് ഈ പറയുന്ന സുതിമോള് ചതിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സത്യാവസ്ഥ ഇനിയെങ്കിലും പറയണം, ഇത്തരത്തിലൊക്കെയാണ് അവർ തംബ്നെയിൽ കൊടുത്തുകൊണ്ട് അവർ വീഡിയോ ചെയ്യുന്നത്. അതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ കാലത്ത് എത്ര പോസിറ്റീവായിട്ടുള്ള വീഡിയോ ചെയ്താലും അതിന് നല്ല രീതിയിലുള്ള തംബ്നെയിൽ കൊടുത്താലും ആരും കാണില്ല എന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ മാത്രം, പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്, കമന്റിനെ കുറിച്ചാണല്ലോ മറുപടി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ വ്യൂ കിട്ടൂ. വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ചാനൽ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അതിലപ്പുറത്തേക്ക് ആർക്കെങ്കിലും സഹായം ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ട് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് ആരും തന്നെ വീഡിയോ ചെയ്യുന്നില്ല, ഏത് തരത്തിലുള്ള ആൾക്കാരായാൽ പോലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോയ്ക്കകത്ത് അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. ഇതിനെ തുടർന്ന് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് തന്നെയാണ് സുതിമോളും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സുതിമോളുടെ ചാനലിൽ ചെന്നിട്ട് പച്ചത്തെറി വൃത്തികേടൊക്കെ പറയുന്ന കുറേയധികം ആൾക്കാരെയും കാണാൻ കഴിയുന്നുണ്ട്, അത്രയും രീതിക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ കേട്ട സമയത്ത് ഇവരുടെ വീഡിയോ ഇതിന് മുന്നേ കാണുന്ന ഒരു വ്യക്തിയാണ്. ആ രീതിക്ക് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമുക്കൊരാൾ സഹായം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അതിൽ ഭയങ്കരമായിട്ട് വിഷമഘട്ടങ്ങൾ കാണുമായിരിക്കും. ശരിയാണ്, ചെളിക്കുണ്ടിൽ കഴിഞ്ഞിരുന്ന അവരെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന് മുന്നേ തന്നെ ഈ പറയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തി ആയി കഴിഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അവരുടെ അവസ്ഥകളെല്ലാം മഴവിൽ മനോരമയിലെ ആ പ്രോഗ്രാമിലൂടെ അവർ പറഞ്ഞ കാര്യമാണ്. അവർ അത്രയും ആൾക്കാരുടെ ഉള്ളിലേക്ക് കയറിയതിന്റെ കാരണം അവരുടെ സങ്കടങ്ങളെല്ലാം ചിരിയിൽ കോർത്തുകൊണ്ട് പറയാനുള്ള ഒരു കഴിവ് അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഈ പറയുന്ന ഒരു സഹായം എന്ന നിലയിൽ അവരുടെ വീടിന് അടുത്തുള്ള യൂട്യൂബ് ചാനൽ ഇത്രയും ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇച്ചായനും ഇച്ചായത്തിയുടെ സഹായത്തിന് അവർ പോയി. പിന്നീട് അവരുടെ ബോണ്ടിങ് കൂടി, അവരെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഇവരൊക്കെ പറയുന്നത് പോലെ ഈ പറയുന്ന സുതിമോൾ എന്ന് പറയുന്ന വ്യക്തി ഓരോ ദിവസവും വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് ഇത്തരത്തിലൊരു സഹായം ചെയ്തു തന്ന, മോണിറ്റൈസേഷൻ്റെ എല്ലാം ഓണാക്കി ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം, ബാങ്കിങ് കാര്യങ്ങൾ, ടാക്സ് എല്ലാം ശരിയാക്കി തന്നത് ഇച്ചായനും ഇച്ചായത്തിയാണ്. അവർക്ക് അതുകൊണ്ട് അവരെ ഞാൻ മറക്കില്ല. എല്ലാ ദിവസവും അവർക്ക് എല്ലാ ദിവസവും ഞാൻ അവരെ ഓർക്കുന്നുണ്ട്, അവരോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് എല്ലാ വീഡിയോയിലും വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ. അങ്ങനെ അവർ ചെയ്യുവാണെങ്കിൽ ഇതേ കമന്റ് സെക്ഷനിലൂടെ ഇത് പറയുന്ന ആൾക്കാരൊക്കെ തന്നെ പറയും ഇവർക്ക് വട്ടാണോ, അല്ലെങ്കിൽ ഇവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊരു പ്രഹസനം അല്ലേ എന്നുള്ള രീതിക്ക് തന്നെ ഇവരെ വീണ്ടും നേറി വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്കൊരാൾ സഹായം ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ആ ഒരു കടപ്പാട് അല്ലെങ്കിൽ ഒരു സ്നേഹം അത് ഉള്ളിൽ കൊണ്ടുനടക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് വിളിച്ചു പറഞ്ഞ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അതിനപ്പുറത്തേക്ക് അവരിടുന്ന വീഡിയോസിനകത്ത് അവരുടെ 24 ലൈഫൊന്നും അല്ല അതിനകത്ത് കാണിക്കുന്നത്, ബിഗ് ബോസ് പരിപാടിയൊന്നും അല്ല അവർ കാണിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബിഗ് ബോസിൽ പോലും അതിൽ വേറെ ലൈവ് സെക്ഷൻ വേറെ കാര്യങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഹോട്ട്സ്റ്റാറിൽ പോയി നോക്കുന്ന സമയത്ത്, എന്നാൽ മാത്രമേ അതിലും കാണാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ വ്ലോഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചില വീഡിയോസ് ആയിട്ട് പങ്കുവിടുന്ന സമയത്ത് ഞാൻ ഇന്ന് ഈ പറയുന്ന ഇച്ചായനെ ഇച്ചായത്തെയും വിളിച്ചിരുന്നു എന്നൊന്നും അവർക്ക് എല്ലാ ദിവസവും വന്നിരുന്ന് പറയാൻ
പറ്റത്തില്ല. അതേ രീതിക്ക് തന്നെയാണ് ഈ ഒരു കണക്ഷനും പോകുന്നതെന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് ഇച്ചായനും ഇച്ചായത്തി അല്ലെങ്കിൽ അവർ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവർക്ക് വയ്യാതിരുന്ന സമയത്ത് ഈ പറയുന്ന കണക്ക് വന്ന് കണ്ടില്ലേലും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യം അവർ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. കുട്ടികൾ 10ാം ക്ലാസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ്. നമ്മുടെയൊക്കെ കുട്ടികൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ കുട്ടികളുടെ ഭാവി ഏറ്റവും കൂടുതൽ അതിന്റെ ബേസ് ഇരിക്കുന്നത് ഈ പറഞ്ഞ 10ാം ക്ലാസ് SSLC പരീക്ഷയിലാണ് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കാണേണ്ട ഒരു കാര്യമില്ല. അതുമായി ബന്ധപ്പെട്ട് അവർ പോയില്ല, പക്ഷെ വിളിച്ചന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇതിന് മറ്റൊരു തരത്തിലും പറഞ്ഞൂടെ, ഈ പറയുന്ന സുതിമോൾ ഒരിക്കലും വീണിട്ട് ഈ പറയുന്ന എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നടുതല്ലി വീണ് വയ്യാതെ കിടന്ന് തിരുമലുമായിട്ടൊക്കെ പോയി നിന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനിൽ ഈ പറയുന്ന ഇവരും വീട്ടിൽ പോയി അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല, അവരും വിളിച്ച് ചോദിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന നെഗറ്റീവ് പറയാതിരുന്ന ആൾക്കാർ ഇതിനകത്ത് വന്നിരുന്നത് പോസിറ്റീവായിട്ട് മാത്രം കാണേണ്ട ഒരു വീഡിയോയ്ക്കകത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇടുന്ന സമയത്ത് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് ഈ പറയുന്ന കുറച്ച് ഈ പറയുന്ന മനസ്സിനകത്ത് മഞ്ഞപ്പിത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൃമിക്കുത്തും അല്ലെന്നുണ്ടെങ്കിൽ കണ്ണുകടിയൊക്കെ ഉള്ള ആൾക്കാർ മറ്റുള്ളവർ നന്നാവുന്നത് കാണുമ്പോൾ അസൂയ ഉണ്ടാകുന്ന ഒരു കൂട്ടം ആൾക്കാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇച്ചായാലും ഇച്ചായത്തേക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവർ തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഈ പറഞ്ഞ നമ്മൾ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടല്ലല്ലോ നമ്മൾ ഓരോന്ന് ചെയ്ത് കൊടുക്കണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ വിശാലത അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളെ നോക്കി കാണേണ്ടതെന്ന് പറഞ്ഞത്. അതേ രീതിക്കാണ് അവർ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തത്. അവർ തന്നെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഇതുപോലെ വിളിക്കാറുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് എന്താണെന്നുള്ള അവരുടെ ഭാവിയിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചിലർ കമന്റ് ഇട്ടൊരു കാര്യങ്ങളുണ്ട്. അതായത് ഇച്ചായനും ഇച്ചായത്തെയും ഈ പറയുന്ന ഇവർ വന്നതുകൊണ്ടാണ് ചാനൽ കൂടുതൽ ഞങ്ങൾ കാണാൻ തുടങ്ങിയത്, ക്ലച്ച് പിടിച്ചത് എന്നുള്ള രീതിക്കൊക്കെ ഇട്ടുണ്ട്. ഇച്ചായനും ഇച്ചായത്തിയുടെ അപ്പം കൊടുത്തൊരു റിപ്ലൈ എന്ന് പറയുന്നത് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ സബ്സ്ക്രൈബേഴ്സിനെയും പോയി നോക്കൂ എന്നുള്ള രീതിക്ക് ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അതായത് സുതിമോളും ഈ പറയുന്ന ഇച്ചായനും ഇച്ചായത്തി ഒന്നിക്കുന്ന വീഡിയോസ് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും രണ്ട് കൂട്ടരുടെയും ഈ പറയുന്ന എന്ന് പറയുന്നത് വ്യൂ കൂടിയിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നല്ല രീതിക്ക് കൂടിയിട്ടുള്ളൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഇച്ചായനും ഇച്ചായത്തി എന്ന് പറയുന്ന അവർക്ക് സുതിയെ സപ്പോർട്ട് ചെയ്തത് കാരണം കിട്ടിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ അവരുടെ ചാനൽ അത്രയും മോശപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ അവരുടെ ചാനൽ ഒരു തരത്തിലും കൊള്ളത്തില്ലായിരുന്നെന്നോ സുതി മോള് വന്നതിന് ശേഷം മാത്രമാണ് അവർ മെച്ചപ്പെട്ടതെന്ന് പറയുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് മുന്നേ അവർ അവരുടെ സ്ഥാനം ഉറപ്പിച്ച വ്യക്തികൾ തന്നെയാണ്. അവരുടെ വ്ലോഗ് കാണാനിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഈ പറയുന്ന ഷോർട്സ് അതാണെന്ന് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാനിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ തന്നെയാണ്. അവർക്ക് അത്രയുള്ള സബ്സ്ക്രൈബേഴ്സ് അതിന് മുന്നേ തന്നെ ആയ ആൾക്കാരുമാണ്. അപ്പം അവർ ചെയ്തു കൊടുത്ത ഹെൽപ്പിനെ നമുക്കൊരിക്കലും അല്ലെങ്കിൽ അവർക്ക് സുതിമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോസ് കാണുന്ന സമയത്ത് അവരുടെ സംസാരം നിഷ്കളങ്കമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഒരിക്കലും ഈ പറയുന്ന നന്ദി കേട് കാണിക്കുന്ന ഒരു കൂട്ടത്തിലാണെന്ന് ആർക്കും തോന്നുന്നൊരു കാര്യമില്ല. അതിലപ്പുറത്തേക്ക് അവർ ജീവിതത്തിൽ അനുഭവിച്ച സ്ട്രഗിൾസ് അവരൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി അതിൽ ആർക്കും ഈ പറയുന്ന കണക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. കാരണം അവർക്കുള്ള കുഞ്ഞുങ്ങൾ പെൺമക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കുഞ്ഞുങ്ങൾക്ക് 15 വയസ്സെങ്കിലും കാണും, അല്ലെങ്കിൽ 15 വയസ്സിനോട് അടുക്കുന്നെങ്കിലും കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയുടെ കല്യാണ പ്രായമൊക്കെ എത്രയാണ്, പെൺകുട്ടികൾക്ക് എത്ര കാലം സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. 15 വയസ്സ് വരെ ആ കുഞ്ഞുങ്ങൾ കിടന്നിരുന്നത് ചെളിക്കുണ്ടിലാണ്, ഒരു സൗകര്യങ്ങളും അറിയാതെ. ഒരു സ്വർണ്ണക്കമ്മൽ അതിന് മേടിച്ചു കൊടുക്കുന്ന സമയത്ത് പോലും കണ്ട സന്തോഷം നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ്, അപ്പം വീഡിയോയിലൂടെ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സന്തോഷം അറിഞ്ഞവരാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ളപ്പം ആ കുട്ടികളുടെ ഇനിയുള്ള ഭാവിയെങ്കിലും നല്ലൊരു വീട്ടിൽ നല്ല കുറേയധികം എന്താ പറയുന്നത് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു സിറ്റുവേഷൻ, നല്ല പഠിപ്പ്, ഇതൊക്കെ കൊടുക്കാൻ ആ അമ്മ ഒരുപാട് അച്ഛനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ നെട്ടോട്ടത്തിലായിരിക്കും അവർ ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കല്ലാതെ തന്നെ മഴവിൽ മനോരമയിൽ പ്രോഗ്രാമുണ്ട്, അതിലപ്പുറത്തേക്ക് ഇവർക്ക് കുട്ടിയുണ്ട്, അതിനെ നോക്കണം. അതിലപ്പുറത്തേക്ക് അവരുടേതായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ കാണും, ഇനാഗ്രേഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്ര 60 കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഇച്ചായത്തെയും ദിവസം പോയി കാണുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മളെപ്പോഴും അങ്ങനെയല്ലേ, നമുക്ക് ഒരുപാട് ചില ആൾക്കാർ ഭയങ്കര പ്രിയപ്പെട്ടതാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കില്ല. ചിലപ്പോൾ നമ്മൾ വല്ലപ്പോഴും ആയിരിക്കും വിളിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ ഈ പറയുന്ന മെസ്സേജിലൂടെ ആയിരിക്കും അന്വേഷിക്കുന്നത്. പക്ഷെ ആ ബന്ധം എന്ന് പറയുന്നത് അത് നമുക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമായിരിക്കും ആ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. ഇത് പ്രത്യേകിച്ച് എനിക്ക് തോന്നി പറഞ്ഞാൽ സുതിമോൾ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം ഈ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം ഈ നെഗറ്റീവ് കമന്റ് ഇടാമെന്ന ഒരു കൂട്ടം ആൾക്കാരെ പോലെ തോന്നിയാണ്. പെയ്ഡാണെന്ന് പോലും തോന്നിയൊരു കാര്യമാണ്. ഞാനെങ്കിലും ഇവരെ ടാർഗറ്റ് ചെയ്തതാണോ എന്ന് പോലും തോന്നിപ്പോയി. കാരണം ആ വീഡിയോയ്ക്കകത്ത് അങ്ങനെ തോന്നേണ്ട ഒരു കാര്യമില്ല. കാരണം അവരെക്കുറിച്ച് അറിയുന്ന വ്യക്തികളാണ്, ആ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവരുടെ തിരക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും നമുക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിൽ രാവിലെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന
അറിയാവുന്ന കാര്യങ്ങളാണ്, അവർക്ക് ഓരോ കാര്യങ്ങൾ കാണും. അതിനെ ആ സെൻസിൽ എടുക്കേണ്ടതിൽ അപ്പുറത്തേക്ക് അവളൊരു ചതിച്ചിയാണ്, അവളെ കൂടെ കൂട്ടരുത്, അവളുടെ കാര്യത്തിന് വേണ്ടി വന്നത്, ആ പേയ്മെന്റ് വന്നില്ലെന്ന് കണ്ടപ്പോഴത്തേ അവൾ വന്നില്ലേ എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നത് കാണുന്ന സമയത്ത് ഈ പറയുന്ന മഴവിൽ മനോരമയ്ക്കകത്ത് അത്രയും ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് തന്നെ ഏറ്റവും യൂട്യൂബിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളുണ്ട്, കാർത്തിക് സൂര്യ എന്ന് പറയുന്നത്. അവരുമായിട്ട് നല്ല ബോണ്ടിങ്ങിലുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ വ്യക്തി, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത് ഫോൺ കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഇതിലൊക്കെ കാണും. അത് ചെയ്യേണ്ടതിന് പകരമായിട്ട് ആരെങ്കിലും കൊടുക്കാതെ ഇവരിലേക്ക് തന്നെ വരുന്ന സമയത്ത് ഇവരിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു വിശ്വാസത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞത്. അതല്ലാതെ ഒരാളെയും പരിചയമില്ലാത്ത ഒരു വ്യക്തി ഇത് സ്വന്തം സൗകര്യം മാത്രം നോക്കിയിരുന്നതിന് ശേഷം ഇവരെ തേടി വീണ്ടും ഒരു കാര്യം കാണുന്ന സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് പറയാനൊരു ഇടമെങ്കിലും ഉണ്ട്. പക്ഷെ അതല്ല സുതിമോളുടെ കാര്യം എന്ന് പറഞ്ഞാൽ, സുതിമോൾക്ക് അറിയാവുന്ന ഒരുപാട് ഈ പറയുന്ന സെലിബ്രിറ്റി മോഡലുള്ള ആൾക്കാർ വേറെയുണ്ട്. അവർക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഇവരുടെ വരുന്ന സമയത്ത് അവരുടെ സമയം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന സമയത്ത് അവർക്ക് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ട് അവർ വരുന്നതാണ്. അപ്പോൾ അതിന് അവരുടെ ബന്ധം തകർക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് പുച്ഛം മാത്രമേ തോന്നുള്ളൂ.